ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു കഥ പഠിക്കാൻ പോവാണ്. കഥയുടെ പേര് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ഇത് എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ഹസിഗാവ ടക്കിജീറോ. കേട്ട് പരിചയമൊന്നും ഉണ്ടാവില്ല, ഒരു ജാപ്പനീസ് റൈറ്ററാണ്. അപ്പം നമുക്കിനി നേരെ കഥയിലേക്ക് പോകാം. അപ്പം നമ്മൾ കഥയിലേക്ക് പോവാണ്. കഥയുടെ പേര് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. പൂച്ചയെ വരയ്ക്കുന്ന കുട്ടി. കഥയിലേക്ക് പോകാം. A long, long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. They had a number of children and found it very hard to feed them all. The elder son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. നമ്മുടെ കഥ നടക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ ഒരു കർഷകനായിട്ടുള്ള ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. വളരെ നല്ല മനസ്സിനുടമകളായിരുന്നു കേട്ടോ ഇവർ. അപ്പോൾ ഇവർക്ക് കുറേ മക്കളുണ്ട്. ഈ കർഷകനും ഭാര്യയും ദരിദ്രരുമായിരുന്നു. ഇത്രയും മക്കളെ നോക്കുക എന്ന് പറയുന്നത് ഇവർക്കൊരു വലിയ പാടുപെട്ട പണി തന്നെയായിരുന്നു. ഇവരുടെ മൂത്ത മകന് 14 വയസ്സുള്ളപ്പോൾ മുതൽ അവൻ അച്ഛനെ എല്ലാ ജോലികളിലും സഹായിക്കും. പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിലോ, അവർ നടക്കാനായ പ്രായം തൊട്ടേ അവരമ്മേനെയും എല്ലാ പണികളിലും സഹായിക്കുന്ന നല്ല ചക്കര മക്കളായിരുന്നു. But the youngest child, a little boy, did not seem to be fit for hard work. He was very cleverer than all his brothers and sisters, but he was quite weak and small, and people said he could never grow very big. So his parents thought it would be better for him to become a priest than to become a farmer. They took him with them to the village temple one day and asked the good old priest who lived there if he would have the little boy for this acolyte and teach him all that a priest ought to know. ഇവർക്കൊരു ഇളയ മോനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരോഗ്യമൊക്കെ കുറച്ച് കുറവുള്ള ഒരാളായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു. ബുദ്ധിശാലി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എല്ലാ സഹോദരിമാരെക്കാളും ഒക്കെ ബുദ്ധിശാലിയായിരുന്നു. പക്ഷെ അവന് ആരോഗ്യം കുറവായിരുന്നു, അവന് വളർച്ച കുറവായിരുന്നു, അവനിനി വളരൂല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓർത്തു, ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് കൃഷിപ്പണി എന്തായാലും കൂട്ടിയാൽ കൂടൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിവനെ ഒരു വൈദികനാക്കിയാലോ? അങ്ങനെ ആലോചിച്ചിട്ട് ഇവർ ഈ മോനെയും കൂട്ടിയിട്ട് ആ നാട്ടിലുള്ള ക്ഷേത്രത്തിലെ പുരോഹിതൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ മോനെ ഇവിടെ ഒരു വൈദിക വിദ്യാർത്ഥിയാക്കാമോന്ന്. നമ്മളിവിടെ ഒരു പുതിയ പദം പരിചയപ്പെടുന്നുണ്ട്. ഏതാ? ഇതുവരെ കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആക്കലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദം. ആക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് വൈദിക വിദ്യാർത്ഥി. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണം, അത് കഴിഞ്ഞും നമ്മൾ ശ്രദ്ധയോടെ ഓർത്തു വെക്കണം കേട്ടോ. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. The old man spoke kindly to the lad and asked him some hard questions. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. നമ്മുടെ അവിടുത്തെ പുരോഹിതൻ ഈ കുട്ടിയുടെ അടുത്ത് ചില ബുദ്ധിപരമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആരോടാ ചോദിക്കുന്നേ? നമ്മുടെ ബുദ്ധിമാനായ കുട്ടിയുടെ അടുത്തല്ലേ. അവൻ നല്ല ബുദ്ധിപരമായ ഉത്തരങ്ങൾ തന്നെ കൊടുത്തു. അപ്പം ഇത്രയും ബുദ്ധി സാമർഥ്യമൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ പുരോഹിതൻ സമ്മതിച്ചു. ഓ, അതിനെന്താ, ഇവനെ ഇവിടെ വൈദിക വിദ്യാർത്ഥിയാക്കി പഠിപ്പിക്കാലോ എന്ന് ആ പുരോഹിതൻ പറയാണ്. The boy learned quickly what the old priest taught him and was very obedient in most things. But he had one fault. He liked to draw cats during study hours and to draw cats even where cats ought not to have been drawn at all. ആ പുരോഹിതൻ അവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടി വേഗം പഠിച്ചു. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവന് നല്ല അനുസരണശീലം ഉണ്ടായിരുന്നു. പക്ഷേ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു. അവൻ എപ്പോഴും പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കും. ചിത്രം വരയ്ക്കുന്ന ഒരു കുഴപ്പമൊന്നുമല്ല, നല്ല കഴിവാണ്, നമുക്കറിയാമല്ലേ. പക്ഷേ ഇവൻ്റെ ചിത്രം വര കുറച്ച് കുഴപ്പം പിടിച്ചതാണ്.
ഇവനെല്ലായിടത്തും ഈ പൂച്ചകളെ ഇങ്ങനെ വരച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വരയ്ക്കരുതെന്ന് പറഞ്ഞാലും ഇവൻ വരച്ചുകൊണ്ട് തന്നെ ഇരുന്നു. Whenever he found himself alone, he drew cats. He drew them on the margins of the priest's books, and on all the screens of the temple, and on the walls, and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he could not really help it. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. ഇവൻ എവിടെയൊക്കെ ഇരുന്നാലും അവിടെയൊക്കെ ഇവൻ പൂച്ചയുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അവിടെയുള്ള പുരോഹിതൻ്റെ ബുക്കിൻ്റെ മാർജിനിൽ, ആ ക്ഷേത്രത്തിൻ്റെ എല്ലാ മതിലുകളിൽ, ഭിത്തികളിൽ, തൂണുകളിൽ എന്ന് വേണ്ട സകലമാന സ്ഥലങ്ങളിൽ ഇവൻ ഈ ചിത്രങ്ങൾ വരച്ചു വയ്ക്കാൻ തുടങ്ങി. ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇവൻ കേൾക്കുന്നു. ശരിക്കും എന്താ പറയുക, ഇവനത് ചെയ്തു പോകുകയാണ്. ഇവൻ എത്ര പറഞ്ഞിട്ടും ഇവനത് അനുസരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവൻ്റെ എല്ലാ വരകളിലും ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ മികവ്, ഒരു ചിത്രകാരൻ്റെ ആ ഒരു രചനയിലുള്ള കഴിവ് ഇവൻ്റെ ഓരോ ചിത്രങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ നമുക്കറിയാം, ഒരു പുരോഹിത വിദ്യാർത്ഥിക്ക് നല്ലവണ്ണം വേണ്ട കാര്യങ്ങളാണ് അനുസരണയും ബുക്കുകൾ വായിച്ച് പഠിക്കാനുള്ളൊരു ക്ഷമയും. അപ്പം അത് രണ്ടും ഇവന് കുറച്ച് കുറവായതുകൊണ്ട് ഇവനൊരു നല്ല പുരോഹിത വിദ്യാർത്ഥിയാണോ എന്നുള്ളൊരു സംശയം തോന്നാൻ തുടങ്ങി. One day, after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now, let me give you a last piece of advice, and be sure you never forget it. Avoid large places at night, keep too small." ഒരു ദിവസം ഇവൻ വരച്ചു വെച്ച, അവിടെയുള്ളൊരു പേപ്പർ സ്ക്രീനിൽ ഇവൻ വരച്ചു വെച്ച നല്ലൊരു ചിത്രം കണ്ടതിന് ശേഷം ഈ വയസ്സായ പുരോഹിതൻ വന്നിട്ട് കുട്ടിയുടെ അടുത്ത് പറയാണ്, മോനെ, നിനക്ക് പറ്റിയ പണിയല്ല ഒരു വൈദിക വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിക്കോ. നീ ചിലപ്പം ഭാവിയിൽ നല്ലൊരു വലിയ മഹത്തായിട്ടുള്ള ഒരു കലാകാരനാകാം, ഒരു ചിത്രകാരനാകാം. അതുകൊണ്ട് നീ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോയിക്കോ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് അവസാനമായിട്ടൊരു ഉപദേശം തരാം. ഇത് നീ എന്തായാലും പാലിക്കണമെന്ന് പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് ഉപദേശം? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾക്ക് പകരം ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഒരു ഉപദേശവും ആ പുരോഹിതൻ ഇവന് കൊടുക്കുകയാണ്. The boy did not know what the priest meant by saying, "Avoid large places, keep too small." He thought and thought while he was tying up his little bundle of clothes to go away, but he could not understand those words, and he was afraid to speak to the priest anymore except to say goodbye. ഇവൻ ഓർക്കുകയാണ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ കുറേ ആലോചിച്ചു. അവനവൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്, പോകാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം ആ സമയങ്ങളിലൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുകയാണ്, ഇതെന്താണ് ഈ ഉദ്ദേശിച്ചത്? പക്ഷെ അവൻ ഒരു പിടുത്തവും കിട്ടിയില്ല. എന്നാൽ പുരോഹിതനോടത് ചോദിക്കാനുള്ളൊരു ധൈര്യം അവൻ വന്നില്ല. എന്തായാലും അവൻ ഇനിയിപ്പോൾ ഒരു ഗുഡ് ബൈ മാത്രം പറയാനുള്ളൊരു ധൈര്യമേ അവനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ അവനങ്ങ് പറയുകയാണ്. അങ്ങനെ അവൻ്റെ വൈദിക വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു അധ്യായം അവിടെ അവസാനിക്കുകയാണ്. നമുക്ക് കഥയുടെ ബാക്കി നോക്കാം. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at the temple, and he made up his mind to go to them and ask them to take him for their acolyte. ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെയാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇനി എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുന്നൊക്കെയുള്ള സംശയത്തോടെ ഇവനിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും തിരിച്ച് വീട്ടിലേക്കില്ല. വീട്ടിൽ ചെന്നാൽ എന്നെ അനുസരണക്കേട് കാണിച്ചിട്ട് ഇറക്കി വിട്ടേന്ന് അച്ഛനറിയും. അച്ഛൻ ഇവനെ വഴക്ക് പറയും. അതുകൊണ്ട് വീട് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല.
പിന്നെ എന്നാ ഒരു വഴിയുള്ളേന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത് നമ്മുടെ അടുത്തുള്ള ഗ്രാമത്തിൽ, അതായത് ഇവിടുന്ന് ഒരു 12 മൈലൊക്കെ കഴിയുമ്പോഴുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പഴയ വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ധാരാളം വൈദികരുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് ചോദിച്ച് കളയാം, എന്നെ അവരുടെ ഒരു വൈദിക വിദ്യാർത്ഥിയാക്കുമെന്ന്. ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടി ഓർക്കുകയാണ്. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was that a goblin had frightened the priests away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. ഇവനിപ്പം ആ വലിയ ക്ഷേത്രം അടച്ചുപോയി എന്നുള്ള വിവരമൊന്നും അറിയാതെ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ക്ഷേത്രം അടച്ചേന്നറിയുമോ? അവിടെ ഒരു വലിയ ഭീകരസത്വം, ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ ഭീകരരൂപി എന്നാണ് അർത്ഥം. കണ്ടിട്ടില്ലേ, നമ്മൾ ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് സിനിമകളിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു ജീനി എന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനത്തെ ഒരു സങ്കല്പമായിരിക്കുമല്ലോ ഒരു ഭീകരരൂപി എന്നൊക്കെ പറയുമ്പം. പക്ഷെ ജീനി നല്ലതാണല്ലേ, പക്ഷേ ഈ ഭീകരരൂപി നല്ലതൊന്നുമല്ല. അപ്പം ഈ ഭീകരരൂപി നമ്മുടെ ഗോബ്ലിൻ അവിടെയുള്ള എല്ലാ പ്രീസ്റ്റുമാരെയും പേടിപ്പിച്ച് പറഞ്ഞു വിട്ട് ആ സ്ഥലത്ത് ഇങ്ങനെ പരമാധികാരിയായിട്ട് ജീവിക്കുകയാണ്. കുറേ നല്ല ശക്തരും ധീരരുമായിട്ടുള്ള പോരാളികളൊക്കെ അവിടെ പോയി ഒന്ന് ഈ നമ്മുടെ ഗോബ്ലിനെ ഒന്ന് തറ പറ്റിക്കാൻ പറ്റുമോ, അവനെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങനെ അവനിങ്ങനെ അവിടെ ഒരു ഏകാധിപതിയെ പോലെ ഇങ്ങനെ വാഴാണ്. നമ്മുടെ പാവൻ ചെക്കൻ ഈ കഥയൊന്നും അറിയാതെ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു പുതിയ വൈദിക വിദ്യാർത്ഥിയായിട്ടൊക്കെ പ്രവേശിക്കാമെന്നോർത്തുള്ള സങ്കല്പത്തിൽ ഇങ്ങനെ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും പറ്റുക? എല്ലാവർക്കും അതിശയാണല്ലേ എന്തായിരിക്കും സംഭവിക്കുന്നതെന്നറിയാൻ. എന്തായാലും നമുക്ക് ബാക്കി കഥ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ കാണാം. അപ്പം എല്ലാവരും നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊക്കെ വായിച്ചു നോക്കുക, നല്ലോണം പഠിക്കുക കേട്ടോ.